നമസ്കാരം, മണ്ണും മണവും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചാണ്. മറിച്ച് നിശബ്ദമായി ജീവൻ അപഹരിക്കാൻ ശേഷിയുള്ള, നമ്മൾ ഏറെ ഗൗരവത്തോട് കാണേണ്ട എല്ലിനോ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. വരാനിരിക്കുന്ന മെയ് മാസം മുതൽ ഈ സാഹചര്യം കൂടുതൽ കഠിനമാകാൻ പോവുകയാണ്. എന്താണ് എല്ലിനോ? എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം അമിതമായി ചൂടാകുന്ന പ്രതിഭാസമാണിത്. ഇത് ലോകമെമ്പാടുമുള്ള വായുപ്രവാഹത്തെയും മഴയുടെ ലഭ്യതയും ബാധിക്കുന്നു. സാധാരണഗതിയിൽ മെയ് മാസത്തിൽ നമുക്ക് ലഭിക്കേണ്ട തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ വൈകാനോ കുറയാനോ സാധ്യതയുണ്ട്. അതായത് മഴ പെയ്യേണ്ട സമയത്ത് കടുത്ത ചൂട് അനുഭവപ്പെടും എന്നർത്ഥം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ് ഇനി പറയുന്നത്. 1. ദാഹം കാത്തിരിക്കരുത്. നമ്മുടെ ശരീരം വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നതുവരെ, അതായത് ദാഹം അനുഭവപ്പെടുന്നതുവരെ കാത്തിരിക്കരുത്. ദാഹം തോന്നുന്നുവെങ്കിൽ ശരീരം നിർജ്ജലീകരണം ആയിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതിനാൽ ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയ്ക്കിടെ വെള്ളം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2. അപകടകരമായ സമയം. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് സൂര്യപ്രകാശം ഏറ്റവും ശക്തമായി പതിക്കുന്നത്. ഈ സമയത്ത് അനാവശ്യമായി വെയിലത്തിറങ്ങുന്നത് ഒഴിവാക്കുക. സ്പോർട്സ് മത്സരങ്ങളോ കഠിനമായ വെയിലത്തുള്ള ജോലികളോ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. കാരണം ഒരു മെഡലിനേക്കാളും അംഗീകാരത്തെക്കാളും ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ. അടുത്ത പോയിന്റ്, വസ്ത്രധാരണം. കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചൂട് കൂടുതൽ ആഗിരണം ചെയ്യും. അതിനാൽ വെള്ളയോ മറ്റ് ഇളം നിറങ്ങളോ ഉള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് ഒരാൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. കടുത്ത തലവേദന, ബോധക്ഷയം അല്ലെങ്കിൽ തലകറക്കം, ഛർദി, വിയർപ്പില്ലാതെ ചർമ്മം വരണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആ വ്യക്തിയെ തണലിലേക്ക് മാറ്റുക. നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും എത്ര വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക. ഈ സമയത്ത് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ബോട്ടിൽ എപ്പോഴും നമ്മൾ കരുതാറുണ്ട്. മിണ്ടാപ്രാണികളെ മറക്കരുത്. ഈ കൊടും ചൂടിൽ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ വളർത്തുമൃഗങ്ങളും തെരുവിലെ മൃഗങ്ങളും. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തോ മതിലിന് മുകളിലോ ഒരു പാത്രത്തിൽ അല്പം ശുദ്ധജലം വയ്ക്കാൻ മറക്കരുത്. അവയ്ക്കും തണൽ ഉറപ്പാക്കുക. ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ചെറിയൊരു ജാഗ്രതയിലൂടെ നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. സുരക്ഷിതരായിരിക്കുക. വരാനിരിക്കുന്ന എല്ലിനോ പ്രതിഭാസത്തെ നേരിടാൻ നമുക്ക് ഒത്തൊരുമിച്ച് തയ്യാറെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരറിവുമായി വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്.